ന തസ്യ കശ്ചിത് പതിരാസ്തി ലോകേ ന ചേഷിതാ നൈവ ച തസ്യ ലിംഗം സകാരണം കരണാനദിപാദിപോ ന തസ്യ കശ്ചിത് ജനിതാ ന ചാദിപഃ. ഏകദൈവ സിദ്ധാന്തം അത് ഫറോവയുടെ കാലത്ത് ഈജിപ്തിലാണ് ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. അതിൻ്റെ മുമ്പ് ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ചരിത്രാതീത കാലത്ത് പോലും അങ്ങനെ ഒരു ഏകദൈവ സിദ്ധാന്തം ഉണ്ടായിരുന്നില്ല, ഫറോവയുടെ സൃഷ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഏകദൈവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് മതരഹിത വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തെവിടെയുമുണ്ട്. ചരിത്ര ബോധമില്ലാത്ത പലരും അത് കേട്ട് വിശ്വസിച്ച് പെട്ടുപോകുന്നുമുണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ചരിത്രാതീത രേഖകൾ, തെളിവുകൾ നമുക്കൊന്ന് പരിശോധിക്കണം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയിലെ ഋഗ്വേദം തന്നെ നമുക്ക് പരിചയപ്പെടാം. കാരണം ഫറോവയുടെ കാലത്തിൻ്റെയും മുമ്പാണ് ഇന്ത്യയിലെ വൈദിക കാലം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫറോവ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ഏകദൈവ സിദ്ധാന്തം ഉണ്ടാക്കിയെന്ന് അത്തരക്കാര് പറഞ്ഞു നടക്കാൻ സാധ്യതയില്ല. കാരണം രണ്ടിൻ്റെയും കാലഘട്ടം അത്രമേൽ വിദൂരമാണ്. ആദ്യം നമുക്ക് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥം എന്ന് അംഗീകരിക്കപ്പെടുന്ന, ലോകം അംഗീകരിച്ച ഋഗ്വേദം തന്നെ പരിശോധിക്കാം. അതിൻ്റെ 1:164 ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, സത്യം ഒന്നാണ്. ജ്ഞാനികൾ, വിവരമുള്ളവർ ആ ഏകദൈവ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഏക സത്യത്തെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം. ഇത് വളരെ വ്യക്തമായിട്ട് ഋഗ്വേദത്തിൽ വിവരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഗ്രന്ഥമാണ് യജുർവേദം. 4 വേദങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു വേദമാണ് യജുർവേദം. അതിൻ്റെ 32:11 ന തസ്യ പ്രതിമാ അസ്തി, ന തസ്യ പ്രതിമാ അസ്തി, ദൈവത്തിന് രൂപമില്ല, പ്രതിമയില്ല എന്ന് വെച്ചാൽ ദൈവത്തെ പോലെ ലോകത്ത് ഒന്നുമില്ല. അത് തന്നെയല്ല വിശുദ്ധ ഖുർആൻ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒന്നും തന്നെയില്ല. ഇനി ചാന്തോക്യ ഉപനിഷത്ത് 6:2 ഏകം ഏവാധുരീയം, അവൻ ഏകമാണ്, രണ്ടല്ല എന്ന് വെച്ചാൽ ദൈവത്തിൽ ബഹുത്വമില്ല. ഇനി നമുക്ക് ശ്വേതകേശര ഉപനിഷത്ത് അതിൻ്റെ 6-ാം ഭാഗം 9-ാം മന്ത്രം നോക്കാം. ന തസ്യ കശ്ചിത് പതിരാസ്തി ലോകേ ന ചേഷിതാ നൈവ ച തസ്യ ലിംഗം സകാരണം കരണാനദിപാദിപോ ന തസ്യ കശ്ചിത് ജനിതാ ന ചാദിപഃ. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ദൈവത്തിന് യാതൊരു ഉടമയുമില്ല എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മേൽ മറ്റൊരു ശക്തിയില്ല, അവൻ്റെ മേൽ ആധിപത്യം വാഴാനുള്ള ഒരു ശക്തിയും ലോകത്തില്ല. അവൻ തികച്ചും സ്വതന്ത്രനാണ്. അവന് രൂപമില്ല, തുല്യതയില്ല. അവൻ്റെ സൃഷ്ടിക്ക് നിമിത്തമായ, കാരണമായ ഒന്നും തന്നെയില്ല. അവൻ തികച്ചും സ്വതന്ത്രനും നിത്യവാനുമാണ് എന്ന് വെച്ചാൽ ആദിയും അന്ത്യവുമില്ലാത്തവനാണ്, അനാദിയാണ്. അവൻ ആരെയും ആശ്രയിക്കുന്നവനല്ല, അവന് സന്താനങ്ങളില്ല. ഇത് തന്നെയല്ലേ വിശുദ്ധ ഖുർആൻ സൂറ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ഏകനാണ്, അവൻ തികച്ചും ആരെയും ആശ്രയിക്കാത്ത സ്വതന്ത്രനാണ്, അവൻ ജനിച്ചു വളർന്നവനല്ല, അവന് സന്താനങ്ങളുമില്ല, അവനെപ്പോലെ തുല്യമായി ലോകത്ത് ഒന്നും തന്നെയില്ല. അതായത് നചേഷിത നൈവ ച തസ്യ ലിംഗം. അപ്പോൾ യജുർവേദം 32:11 അതുപോലെ ശ്വേതകേശര ഉപനിഷത്ത് 6:9 കാണുന്നത് ഖുർആനിലെ സൂറ ഇഖ്ലാസിൽ പറയുന്ന അതേ ആശയം തന്നെയാണ്.
ലം യലിദ് വലം യൂലദ്. സൂറ ഇഖ്ലാസിലെ ലം യലിദ് വലം യൂലദ്. ശ്വേതകേശര ഉപനിഷത്തിൻ്റെ 6:9 ന തസ്യ കശ്ചിത് ജനിത നച്ചാദിപഹ. എത്ര വളരെ വലിയ ബന്ധമാണുള്ളത് ഈ രണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളും. രണ്ടിലും വ്യക്തമായിട്ട് പറയുന്നു, ദൈവം ജനിച്ചു വളർന്നവനല്ല, അവന് സന്താനങ്ങളില്ല, അവൻ ഏകമാണ്, അനാദിയാണ്, സ്വയംഭൂവാണ്, സ്വമതാണ്, സ്വതന്ത്രനാണ്, ആരെയും ആശ്രയിക്കേണ്ടവനല്ല, അവൻ്റെ മേൽ ആധിപത്യം വാഴുന്ന ഒരു ശക്തിയുമില്ല. അപ്പോൾ ഫറോവയുടെ മുമ്പ് തന്നെ ലോകത്ത് ഏകദൈവ സിദ്ധാന്തം ഉണ്ടായിരുന്നുവെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങൾ തെളിയിക്കുന്നത്.